ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഒരു ചുരിദാർ സെറ്റ് ആയിരുന്നു. അതിൻ്റെ ടോപ്പ് ഇനി സ്റ്റിച്ച് ചെയ്യണം. പാൻറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്, അതിൻ്റെ ലൈനിങ്ങും. നമ്മളിവിടെ ഇന്ന് പാൻറ്റാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഒരു ഇലാസ്റ്റിക് പാൻറ്റാണ്. ഇതിനു മുമ്പേ ഞാൻ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇലാസ്റ്റിക് പാൻറ്റിൻ്റെ. ഇനി നമുക്ക് തുണി എങ്ങനെയാണ് മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ തുണിയൊന്ന് നിവർത്തിയിട്ട് എടുക്കുവാണ്. ഇപ്പം സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കിയിട്ട് നമ്മൾ പാൻറ്റിന് വേണ്ടുന്ന ലെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. ടേപ്പ് വെച്ച് ലെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ലെങ്ത് തികയത്തില്ല. നമുക്കതുകൊണ്ട് അതിൻ്റെ വീതി വശം നമുക്കൊന്ന് ഇങ്ങനെ ഇതുപോലെ ഇട്ട് ഞാനതൊന്ന് പേപ്പറിൽ കാണിക്കാം എങ്ങനെയാണ് മടക്കിടേണ്ടതെന്ന്. അന്നേരം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. തുണിയിൽ ഇത്രയും വീതിയുള്ള തുണി നമ്മൾ മടക്കിയിടുമ്പോൾ കാണാൻ കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം ഞാനിവിടെ തുണി നിവർത്തി ഇട്ടേക്കുവാണ്, കണ്ടില്ലേ? അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ആ തേര് വശം വരുന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് എടുക്കുമ്പോഴേ നമുക്ക് പാൻറ്റിന് തുണി തികയത്തുള്ളൂ. ഇതിപ്പം തുണിയാണ് വിചാരിക്കുക. ഇതിൻ്റെ വീതി വശം, നീളവശം. ഇത് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഇത് വീതി വശത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് നമ്മൾ തുണി കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ലെങ്ത് തികയത്തില്ല നമുക്ക് ഇങ്ങനെ മടക്കിയിടുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ആ തുണിയെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ആദ്യം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ വീണ്ടും ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പാൻറ്റിന് വേണ്ടുന്ന ലെങ്ത് കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തുണി മടക്കി ഇട്ടെടുത്തേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ട് എൻ്റെ ഭാഗത്ത്. അവിടെ നമ്മളൊന്ന് ലെവലാക്കി വരച്ചെടുക്കണം. കണ്ടില്ലേ, ഓരോ പീസും ചിലത് ഉള്ളിലേക്ക് കയറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ലെവലാക്കി ഒരു ലൈൻ വരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യം 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചില പാൻറ് ഇടുമ്പോഴത്തേക്ക് ബാക്ക് വശം ഇരിക്കുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ ഉണ്ടാകുന്നവർക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. ഇരിക്കുമ്പോഴത്തേക്ക് ബാക്ക് വശം ഇറങ്ങിപ്പോകത്തില്ല. ആദ്യം നമ്മൾ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ യോജിപ്പിച്ച് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുവാണ്. ഈ 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഇനി നമുക്ക് വേണ്ടുന്ന അളവുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 1 ഇഞ്ചിൻ്റെ വിട്ടതിന് ശേഷമാണ് നമ്മൾ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റുകളും ഒന്ന് യോജിപ്പിച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുവാണ്. ഇപ്പം നമ്മളിവിടെ 1 ഇഞ്ചും 1.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് പാൻറ്റിന് വേണ്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുള്ള 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലെങ്ത് ഉണ്ടല്ലോ, അവിടെ നിന്നും ആ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ലൈനിൽ നിന്നും ടേപ്പ് വെച്ച് 35 ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്ന ലെങ്ത്. നമ്മളിങ്ങനെ രണ്ടറ്റത്തും നീക്കി ഒന്നുകൂടെ ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ അടുത്തൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ 1 ഇഞ്ചും 1.5 ഇഞ്ചും ഇട്ടതിന് ശേഷം അവിടെ നിന്ന് ടേപ്പ് വെച്ച് 35 ഇഞ്ചാണ് പാൻറ്റിന് വേണ്ടുന്ന ലെങ്ത്. അതൊന്ന് ഇവിടെ നിന്നും കണ്ടില്ലേ, 1 ഇഞ്ചും 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ താഴെ നിന്നുമാണ് നമ്മൾ വേണ്ടുന്ന ലെങ്ത് 35 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം.
ഇനി നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്, പാൻറ്റിന് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ മാർക്ക് ചെയ്ത പോയിന്റുകൾ ചേർത്ത് നമ്മളൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ലെങ്ത്, ആവശ്യമായിട്ടുള്ള ലെങ്ത് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത്, ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ 1 ഇഞ്ചും 1.5 ഇഞ്ചുമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. മുകളിൽ 1 ഇഞ്ചും അതിൻ്റെ താഴെ 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കിനും. ഇനി നമ്മളിവിടെ ഒരു 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് 12 ഇഞ്ച്. ഞാനിവിടെ ഒരു എക്സൽ സൈസിലുള്ള പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. മടക്ക് വശത്ത് നിന്ന് ടേപ്പ് വെച്ച് ഒരു 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലായിട്ടാണ് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ലൈൻ മുകളിലേക്ക് 1 ഇഞ്ചിലേക്കും മുകളിലേക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും ക്രോച്ച് ലെങ്ത് 15 ഇഞ്ച് ഇവിടെ നിന്ന് ടേപ്പ് വെച്ച് 15 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇവിടുത്തെ വീതി തന്നെ നമ്മൾ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 12 ഇഞ്ച് മടക്ക് വശത്ത് നിന്നും ടേപ്പ് വെച്ച് 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഇനി 2 പോയിന്റും ചേർത്തൊരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ക്രോച്ച് കർവ് വരച്ചു കൊടുക്കാനായിട്ട് എക്സ്ട്രാ അങ്ങോട്ട് നമ്മളൊരു 2.5 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ എക്സ്ട്രാ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ക്രോച്ച് കർവ് ഒന്ന് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് ഇവിടെ ബോട്ടം വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന 6 ഇഞ്ചാണ്. ആദ്യം നമ്മൾ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗത്തു നിന്നും ആ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് നമുക്ക് ലൈൻ വരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ലെഗ് കർവ് സ്കെയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ലെഗ് കർവ് സ്കെയിൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വേണ്ടുന്നവർ ലിങ്കിൽ കയറി നോക്കുക. നമുക്ക് പാൻറ്റിൻ്റെയൊക്കെ ഇതുപോലെ വളരെ എളുപ്പം കർവ് വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് ഒന്ന് ചരിച്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുകളിൽ 1 ഇഞ്ചും 1.5 ഇഞ്ചും മാർക്ക് ചെയ്തല്ലോ, അതെവിടെ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് പറയാം. ബാക്കിലേക്കാണ് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ആ ക്രോച്ചിൻ്റെ ഭാഗത്താണ് 1 ഇഞ്ച് അധികമായിട്ട് വേണുന്നത്. നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് സെൻറ്റർ ഭാഗം താഴേക്ക് ഇറങ്ങിപ്പോകും. നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്താണ് 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും കറക്റ്റ് ഇലാസ്റ്റിക്കിന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ ലൈൻ്റെ അവിടേക്ക് നമ്മൾ ആ 1 ഇഞ്ചിൽ നിന്നും, ഇവിടെയാണ് 1 ഇഞ്ച്, അവിടെ നിന്നും ആ ഇലാസ്റ്റിക്കിൻ്റെ മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് നമ്മളൊന്ന് ചരിച്ച് വരച്ചെടുക്കണം. ആ ഫോൾഡ് വശത്ത് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ വേണ്ട. നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗത്ത് മാത്രം, ബാക്കിൽ മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ മതി. നമ്മൾ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ചരിച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം. നമ്മൾ ആ 1 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്തതിലൂടെയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കി താഴ്വശത്തു നിന്നെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ എങ്ങനെയാണ് ഫ്രണ്ടിൽ കട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ബാക്കിൽ മാത്രമേ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ ഇവിടെ ബാക്കിൽ മാത്രമാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ താഴ്വശത്ത് ഒരു നോച്ചിട്ട് കൊടുക്കണം, 2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടടുത്ത്. ഇനി നമ്മളിവിടെ ബാക്കിൽ മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതി. ഇതിനായിട്ട് നമ്മൾ 2 പീസ്, 4 പീസാണ് മൊത്തം വരുന്ന ക്രോച്ചിൻ്റെ ഭാഗത്ത്. 1 2 പീസ് മാത്രം നമ്മൾ മുകളിലേക്കൊന്ന് ഉയർത്തിയതിന് ശേഷം കറക്റ്റ് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ ബാക്കിൽ മാത്രമേ 1 ഇഞ്ച് ക്രോച്ചിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് 2 പീസ്, മുകളിലിരിക്കുന്ന 2 പീസ് മാത്രം ചേർത്ത് വെച്ച് ബാലൻസ് ഉള്ള സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇപ്പം ഇവിടെ ഫ്രണ്ടിൽ 1 ഇഞ്ച് കുറവും കറക്റ്റ് വേണമെന്നതും ബാക്കിൽ 1 ഇഞ്ച് എക്സ്ട്രായും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചീത്തവശം പുറമേ ആവുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ നിവർത്തി ഇട്ടതിന് ശേഷം 2 ക്രോച്ചിൻ്റെ ഭാഗവും 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് വേറെ ഒന്നും ചെയ്യേണ്ട. ഈ 2 പീസും ഒരുപോലെ നല്ല വശം ചേർത്തിട്ടേക്കുവാണ്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ 2 ക്രോച്ചും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നല്ല വശം ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും എൻ്റെ ഭാഗത്ത് നമ്മൾ കെട്ടിട്ട് നിർത്തണം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് വേണം ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം തയ്യൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്രോച്ചിൻ്റെ ഭാഗം എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്ത ക്രോച്ചും നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മളിവിടെ ബാക്ക് വശത്ത് മാത്രമാണ് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. ചിലരുടെ ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് പാൻറ് ബാക്ക് വശം ഇറങ്ങിപ്പോകും. അങ്ങനെ ഉള്ളവർക്ക് 1 ഇഞ്ച് നമ്മൾ ബാക്ക് വശത്ത് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന പ്രോബ്ലം ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മളിവിടെ 2 ക്രോച്ചിൻ്റെ ഭാഗവും 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ 2 ക്രോച്ചും സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കുവാണ്. ഇവിടെ ഇപ്പം 2 ക്രോച്ചും സെൻറ്റർ ഭാഗത്ത് വന്നേക്കുവാണ്. ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കിനി താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പോൾ 2 ക്രോച്ച് ഒരുപോലെ ഇട്ടു, കണ്ടില്ലേ? ഇനി നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ 2 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. ആദ്യം 1 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി വീണ്ടും 1 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ബോട്ടം ഭാഗവും ആദ്യം 1 ഇഞ്ച് വീതിയിൽ മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു കാലിൻ്റെ അവിടെ നിന്നും താഴ്വശത്ത് നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ക്രോച്ചിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് അടുത്ത താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ക്രോച്ചിൻ്റെ അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുപോവുക, വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ക്രോച്ചിൻ്റെ ഭാഗം ഒരേ ലെവലിൽ 2 പീസ് ഒരേ ലെവലിൽ ഇരിക്കണം. അതുകൊണ്ട് ആദ്യം ക്രോച്ചിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ഞാനിവിടെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുകയും 2 പീസും കൂടെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അവിടെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മുകളിലായിട്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഇപ്പം 1/2 ഇഞ്ച് വീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം കറക്റ്റായിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഒരു ക്രോച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. 1/2 ഇഞ്ച് വീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് ചുറ്റിനും റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം. അതിനുശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
എലാസ്റ്റിക്കിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് കറക്റ്റ് ഫിറ്റിലുള്ളത് വേണം. പാൻറ് ഇടുന്ന ഭാഗത്തെ റൗണ്ട് എടുത്തതിന് ശേഷം അതിൽ നിന്നും 3-4 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ എലാസ്റ്റിക് എടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ റൗണ്ടിൽ പിടിച്ച് 2 പീസും കൂടെ യോജിപ്പിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എലാസ്റ്റിക്കിൻ്റെ എൻഡ് ഭാഗം രണ്ടും കൂടെ യോജിപ്പിച്ച് 1/2 ഇഞ്ച് ഓവർലാപ്പ് ചെയ്തൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ എലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളാതെ വേണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഇട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് ഒരു പോയിന്റ് വെളിയിലേക്ക് ക്ലോത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആ ക്ലോത്തിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് ഇടാനായിട്ട് പാടില്ല. ഇതുപോലെ റൗണ്ടിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്ക് വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ചുളിവ് വരും. നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ മാത്രം നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ചുളിവ് വരും. അത് നമ്മൾ ഒരു പ്ലീറ്റ്സ് കൂട്ടൊന്നാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് എലാസ്റ്റിക് എത്താതെ വരുവാണെങ്കിൽ നമ്മൾ എലാസ്റ്റിക് ഒന്ന് കൈ കൊണ്ടൊന്ന് വലിച്ച് വെച്ച് കൊടുക്കുക. അന്നേരത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ച് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ബീനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ എലാസ്റ്റിക് വെച്ച് പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതിനു മുമ്പേ തന്നെ നമ്മൾ പാൻറ്റിൻ്റെ എല്ലാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുരിദാർ ടോപ്പിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഓരോ ചെസ്റ്റ് സൈസിനനുസരിച്ച് വരുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയെടുത്ത് വരുമ്പോഴത്തേക്ക് കെട്ടിട്ട് നിർത്തുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് എലാസ്റ്റിക്കിൻ്റെ. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.